വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡ്രിങ്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുൽഫിയുടെ ടേസ്റ്റിലുള്ള നല്ലൊരു ഡ്രിങ്കാണ്. ഇഫ്താർ സമയത്തൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു പൗഡർ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1.5 കപ്പ് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ 1.5 കപ്പ് എന്ന് പറയുമ്പം ഞാൻ 250 ml കപ്പിലാണ് പാല് മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പം 375 ml പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ അവിടെ ഇരുന്നിട്ട് തിളയ്ക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗഡർ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു പൗഡറിൻ്റെ അളവ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കുറച്ചെടുത്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ ഡ്രിങ്ക് റെഡിയാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പിസ്ത സ്ലൈസസും എടുത്തിട്ടുണ്ട്, പിസ്ത ഹോളായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട, നമ്മൾ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പൊടി നിങ്ങൾക്ക് ഒരാഴ്ചയോളം സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു ഡ്രിങ്ക് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തണുപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, കുൽഫിയുടെ ടേസ്റ്റിലുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൗഡർ. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പൊടി വെച്ചിട്ട് നമുക്കൊരു 5-6 ഗ്ലാസ് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാല്, 1.5 കപ്പ് പാൽ ഇപ്പോൾ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം തിളച്ച് കുറുകിയൊന്നും വരേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഈ ഒരു പൗഡറാണ്. അപ്പോൾ ഈ ഒരു പൗഡർ നമ്മൾ ആദ്യം കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം നിങ്ങളടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല എന്നാണെങ്കിൽ കുറച്ച് ഈ പാലിന് കുറച്ച് മിക്സ്ചർ എടുത്തിട്ട് സാധാ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ്ചർ വല്ലാണ്ട് തിന്നായി പോവും. എന്നിട്ട് കുറേശ്ശെ ഈ ഒരു പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ പിസ്തയുടെ സ്ലൈസസ് ചേർത്തുകൊണ്ടാണ് ഇതിനൊരു ഗ്രീൻ കളർ വന്നിട്ടുള്ളത്. പിന്നെ കസ്റ്റർഡ് പൗഡറൊന്നും എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ കോൺഫ്ലോറിന് പകരം അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൻ്റെ കളറ് ഒരു യെല്ലോയിഷ് കളറാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു മിക്സ്ചർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളൂ, ഒരുപാട് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഡ്രിങ്കിന് ആവശ്യമുള്ള മധുരം, പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, പക്ഷേ എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഞാനത് പകരം പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ നല്ലൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എസൻസ് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. കാരണം നമ്മൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇതുപോലെ കളർ ചേർക്കുന്ന ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നമ്മൾ ഈ ഒരു നാച്ചുറൽ കളർ മതി എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കളറും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ വല്ലാണ്ട് കുറുക്കി എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് പുറത്ത് തന്നെ വെക്കാം കേട്ടോ, തണുപ്പിച്ചെടുക്കുന്നില്ല. പിന്നെ ചൂടാറിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ജ്യൂസ് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ തണുപ്പിച്ചൊന്നും എടുത്തിട്ടില്ല, കാരണം ഇവിടെ തണുപ്പുള്ളൊന്നും അധികം കുടിക്കാറില്ല. തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും, നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തണുത്ത പാലാണ്.
അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് നല്ല ഐസാക്കിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും ഈ ഒരു ഡ്രിങ്ക്. പക്ഷെ നമുക്ക് തണുപ്പ് അത്രയും ഇപ്പം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സാധാ പാലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രിങ്ക് അങ്ങനെ തന്നെ കുടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊക്കെ ചേർത്തിട്ടും കുടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിയ സീഡ് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിയ സീഡ് ഇല്ലയെന്നാണെങ്കിൽ സബ്ജ സീഡ് എടുക്കുക, അല്ലെങ്കിൽ കസ്കസ് എടുക്കുക. അപ്പോൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചുള്ള ചിയ സീഡ് ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു ജഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് ഞാൻ പറഞ്ഞല്ലോ കുൽഫിയുടെ ടേസ്റ്റാണ്. കുൽഫിയുടെ പുഡിങ് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം ഞാൻ പൊടിയാക്കുന്നതിൽ ചേർത്തിട്ടില്ല, കാരണം നമ്മൾ തൊണ്ടയിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് ബദാം ചേർത്താൽ. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. പിന്നെ കുറച്ച് പിസ്ത ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രം ഇതിലേക്ക് പിസ്ത സ്ലൈസസ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ജ്യൂസിൻ്റെ മിക്സ്ചർ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതുപോലെ ഞാൻ ഇതിലേക്ക് കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഈ ഒരു കളർ വന്നിട്ടുള്ളത് നമ്മുടെ പിസ്ത സ്ലൈസസ് ചേർത്തില്ലേ, അതിൻ്റെ ആ ഒരു കളറാണ് ഈ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ പിസ്ത എസെൻസ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാൻ കേട്ടോ. പ്രത്യേകിച്ച് ഇഫ്താർ സമയത്തൊക്കെ കളർ ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നത് അത്ര ഹെൽത്തി അല്ല. കുറച്ച് ഡെക്കറേഷനായിട്ട് ഞാൻ പിസ്ത പൊടിച്ചത് അല്ലെങ്കിൽ പിസ്ത ചെറിയ കഷ്ണങ്ങളാക്കിയതും ബദാം ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ട് ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നോമ്പിനൊക്കെ കൂടുതലായിട്ടും നട്ട്സൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അങ്ങനെ നട്ട്സ് വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു വേർഷൻ ഐസ്ക്രീം ഇല്ലാത്ത ഐസ്ക്രീം വെള്ളം, നമ്മുടെ കല്യാണ വീടുകളൊക്കെ കിട്ടുന്ന ആ ഒരു വെള്ളത്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, അത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റായിട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പിസ്ത കിട്ടാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രിങ്കിൽ കുറച്ച് ഐസ്ക്രീമും കൂടി ചേർക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആകും. പക്ഷേ ഇപ്പം എല്ലാവർക്കും അതൊന്നും ഇപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിതമായ ചേരുവകൾ വെച്ചിട്ട് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്